ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം തിരുമലക്കോവിലേക്ക്. നമ്മുടെ കൊല്ലംകാർക്കും തിരുവനന്തപുരംകാർക്കും ഒരു വൺ ഡേ ട്രിപ്പാണോ വേണ്ടത്? പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ചെങ്കോട്ട, തെങ്കാശി. അതിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് നമ്മുടെ തെങ്കാശി തിരുമലക്കോവിൽ. വർഷത്തിൽ 7-8 തവണ ഞങ്ങളിവിടെ വരാറുണ്ട്. കാരണം ഞങ്ങളുടെ വെക്കേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പണ്ട് പുഷ്പ സിനിമ കണ്ട് ഒന്ന് വൈറലായെങ്കിലും പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആവാൻ കാരണം നമ്മുടെ ലാലേട്ടൻ ഇവിടെ വന്ന് വെയിൽ കൊടുത്തതാണ്. ലാലേട്ടൻ നമ്മുടെ മുരുക ഭഗവാൻ, അതായത് നമ്മുടെ സുബ്രഹ്മണ്യന് വെയിൽ കൊടുത്തത് ട്രെൻഡിങ് ആയിട്ട് നമ്പർ 1 ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നല്ലേ. ഇവിടെ വരുമ്പോൾ മിക്ക സമയത്തും സേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ ചെയ്യുന്ന കാണാമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് തന്നെ അനുഭവിക്കണമെന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഇന്ന് എല്ലാ വ്യൂവും കാണാം. ആ തെങ്കാശി ഫുള്ള് അവിടെ നിന്നാൽ കാണാൻ പറ്റും. ആ കാണുന്നത് നമ്മുടെ കുളമാണ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലം ഓരോ ഭഗവാന്റെ ഓരോ രൂപങ്ങളുടെ പ്രതിഷ്ഠകളുണ്ട്, ഓരോ ഐതിഹ്യങ്ങളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് തമിഴിലായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാ. ഇപ്പം ഞങ്ങൾ പോകുന്നത് കുളം ലക്ഷ്യമൊക്കെയുള്ള പോക്കാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കുളം കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ നേരം നമുക്ക് അവിടോട്ടൊക്കെ നോക്കിയിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ്. 12:30-1 മണി വരെ നമ്മുടെ അമ്പലം തുറന്നിരിക്കും കേട്ടോ. നമ്മൾ അകത്ത് കയറണമെങ്കിൽ നമ്മൾ ഫോൺ അലൗഡ് അല്ല. അപ്പം നമുക്ക് പുറത്ത് ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അകത്ത് കയറി തൊഴാവുന്നതായിരിക്കും. കാശി വന്നു കഴിഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുമലക്കോവിൽ തന്നെയാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രകൃതി, ഒരു നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഒരു നല്ലൊരു അമ്പലം, മലയുടെ മുകളിലൊരു അമ്പലം, പിന്നെ കുറേ മലകൾ, കുന്നുകൾ എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തെങ്കാശിയുടെ വ്യൂ പോയിൻ്റ് ഫുൾ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികളാണ് ഉള്ളത് കേട്ടോ. നമുക്ക് കേരളമാണോ എന്ന് പോലും ഡൗട്ട് അടിക്കുന്ന രീതിയിലാണ് നമ്മുടെ അമ്പലം ഉള്ളത്. തമിഴ് ആൾക്കാരെന്ന് പറയുമ്പോൾ വളരെ കുറച്ചെന്നല്ല ഉണ്ട്, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ എണ്ണമാണ് കൂടുതൽ. ഇതാണ് നമ്മുടെ സാക്ഷാൽ മുരുക ക്ഷേത്രം. ഇവിടെ കുറേ പേരൊക്കെ തലമുട്ടയടിക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്, മുതിർന്നവരും അത് ചെയ്യാറുണ്ട്. ചിലവരൊക്കെ എന്നോട് പറഞ്ഞ് കേട്ടതാണ് കേട്ടോ. ഞാൻ അവിടെ തിരക്കിയപ്പം ഒരുപാട് പേരും ഇവിടെ നേർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ കുട്ടികളെ. പളനിയിൽ പോകാൻ പറ്റാത്തവരും ഇവിടെ വന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റും. കൊല്ലംകാർക്ക് പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ സ്റ്റെപ്പ് നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കൂടുതൽ വ്യൂസൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ